നാട് മുഴുവൻ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഇവിടെ കിടന്ന് മദ്യപിക്കുകയാണ്. ഗുണ സാർ നിന്നെ സ്റ്റേഷനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നു. ബാറിൽ കുടിച്ചാൽ പ്രശ്നമാവെന്ന് കരുതി ഈ കാട്ടിലൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ സമാധാനം തരില്ലല്ലോ. അല്ല, സാധാരണ രാത്രി 10 മണി മുതലാണല്ലോ നിങ്ങളുടെ പണി തുടങ്ങുന്നത്. ഇപ്പൊ പകലും പരിപാടി തുടങ്ങിയ. എന്തുണ്ടെങ്കിലും നീ സാറിനോട് സംസാരിക്കുക. എഴുന്നേക്ക്, ഒന്ന് എഴുന്നേറ്റ് വാടാ. അതെ, നിങ്ങൾക്ക് തരാൻ വേണ്ടി എന്റെ കാശൊന്നും ഇല്ല, ബീവറേജുകാരൻ കൊണ്ടുപോയി. സാറേ ഒരു മിനിറ്റ്, ഈ സാധനം കൂടെ എടുത്തോട്ടെ. നീ എന്താടാ അഹങ്കാരം കാണിക്കുന്നോ? താഴെ ഇടാൻ പറഞ്ഞ താഴെ ഇടണം. ശരി ശരി, ഇവൻ നമുക്ക് അവിടെ നിന്ന് ഞങ്ങളുടെ പുറകെ തന്നെ വാ, എല്ലാ സ്റ്റേഷനിൽ പോയി സംസാരിക്കാം. വാ 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 വാ. കാശും വേസ്റ്റ് ആയല്ലോ. നിശ്ചയത്തിനുള്ള വിവരങ്ങൾ: പാലക്കാട് പട്ടാമ്പി ശ്രീധരന്റെ മകനും ഗോപാൽ സ്വാമിയുടെ മരുമകനുമായ ദേവരാജ് എന്ന് പറയുന്ന ദേവയ്ക്കും താഴ്വാരം വീട്ടിൽ മോഹനന്റെ കൊച്ചുമകളും കുമരേശന്റെ ഇളയ മകളുമായ മകൾ സുബ്ബലക്ഷ്മിയെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രണ്ടുപേർക്കും കല്യാണം നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് രണ്ട് വീട്ടുകാരുടെ മുഴുവൻ സമ്മതത്തോടെ തന്നെ താമ്പൂലം മാറ്റാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് സമ്മതമല്ലേ? ഞങ്ങൾക്ക് സമ്മതാണ്. നല്ല സമയം കഴിയുന്നതിന് മുമ്പ് തട്ട് മാറ്റിക്കോളൂ. അച്ഛനെ കാണണം. എന്താ കാര്യം? ഏട്ടനെ പോലീസ് പിടിച്ചോണ്ട് പോയി. സ്റ്റേഷൻ വരെ ഒന്ന് പോണം. അച്ഛനത് തിരക്കിലാണ്, വേണമെങ്കിൽ ഞാൻ വരാം. നിങ്ങൾക്ക് എന്തിനാ വെറുതെ ബുദ്ധിമുട്ട്? സാരില്ല. ശരി, എന്നാ വരൂ. സാർ, എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് എൻ്റെ മകളെ ഒരുപാട് ശല്യപ്പെടുത്തുകയാണ് സാർ. ഇപ്പോഴല്ലേ ജയിലിൽ നിന്ന് വന്നേ? പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ജയിലിൽ പോകാന്നാണോ വിചാരം? സാർ, ഇവൻ വെളിലോകം കാണാത്ത രീതിയിൽ ഏതെങ്കിലും കേസിൽ പെടുത്തി അകത്തിനിട് സാർ. അത് തന്റെ മോളെ ഒന്ന് പറയട്ടെ. നമസ്കാരം സാർ. വരൂ ദേവാ. എൻ്റെ നിങ്ങളെന്താ ഇവിടെ? ഇവളുടെ കൂടെ എന്തിനാ ദേവ വന്നത്? പറയൂ ദേവാ, എന്താ കാര്യം? ഇവര് നമുക്ക് വേണ്ടപ്പെട്ടവരാ, അതുകൊണ്ടാ. മോളെ, ഇയാൾ നിന്നെ ശല്യപ്പെടുത്തിയില്ലേ? സാറിനോട് പറ, അവനെ പിടിച്ച് ജയിലിലിട്ടോളൂ. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. എൻ്റെ അച്ഛൻ ആലോചിക്കാതെ എടുത്തു ചാടിയതാ. അതിനായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് സാർ. നിന്റെ ചേട്ടൻ നിന്നെ ശല്യം ചെയ്യുന്നു, നിന്റെ അച്ഛനാണ് കംപ്ലൈന്റ് തന്നത്. സാർ, ഈ നിമിഷം വരെ എൻ്റെ ഏട്ടൻ എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അതെ, നിങ്ങളുടെ കുടുംബ പ്രശ്നമൊക്കെ വീട്ടിൽ വെച്ച് തന്നെ തീർത്ത് വന്നൂടെ? ഇന്നേ ഇവന്റെ വിവാഹ നിശ്ചയായിരുന്നു. നല്ലൊരു ദിവസം അവനെ സ്റ്റേഷനിൽ കയറ്റിയല്ലേ, എഴുതി കൊടുത്തിട്ട് പോടോ. അവള് നല്ലോണം ജീവിക്കണം എന്നാണ് ഞാൻ എൻ്റെ മനസ്സ് മാറ്റിയത്. പക്ഷേ അവളിപ്പോ ഹാപ്പി അല്ലല്ലോ. നീ ഒന്നും നിന്നെ, നിന്റെ മനസ്സിൽ എന്താ നീ വിചാരിച്ചോണ്ടിരിക്കുന്നത്? അവക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നാ വിചാരിച്ചേ? അവക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ വെറുതെ ഇരിക്കത്തില്ല. അമ്മ എനിക്ക് പറയാൻ, നീ ഒന്നും പറയണ്ട. നീ കൊലയാളിയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ എന്റെ മാമനെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് അവള് വൈരാഗ്യം പിടിച്ചിരുന്നത് അത്ര വലിയ തെറ്റാണെന്നാണ് നീ പറഞ്ഞു വരുന്നത്. അവളെ നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവള് പിന്നെ ജീവനോട് ഉണ്ടാവില്ല, അതോ ഓർത്തോ? അങ്ങനെ പറ. ശരി അമ്മ. തേനെ, ആഹാ, വരൂ ദേവാ, ഇരിക്കൂ. ഞാൻ ഇരുന്നോളാം. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട വേണ്ട വേണ്ട. ഒരുപാട് നന്ദിയുണ്ട്, അന്ന് ഹെൽപ്പ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. ഹേ, അതൊന്നും സാരില്ല. അതെ, ഞാനൊന്ന് ചോദിച്ചാ നീ ഒന്നും വിചാരിക്കില്ലല്ലോ? നീ ഹാപ്പി അല്ലേ? ഞാൻ വളരെ സന്തോഷമായിട്ടായിരിക്കുന്നത്. കിട്ടില്ല എന്ന് വിചാരിച്ചത് കിട്ടിയപ്പോൾ സന്തോഷമായിട്ടല്ലേ ഇരിക്കാൻ പറ്റൂ. എനിക്കിപ്പോഴാണ് ആശ്വാസമായത്. ഞാൻ ആഗ്രഹിച്ചത് ഇതാണ്. അമ്മായി, അമ്മാവാ,
ചിറ്റപ്പാ, ചേച്ചി, എല്ലാരും വാ, എല്ലാരും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഇവിടെ നടക്കുന്ന തോന്നിയാസം കണ്ടോ? ഞാനാണ് ജീവൻ, നിങ്ങളാണ് എന്റെ എല്ലാം എന്ന് പറഞ്ഞു നടന്ന എന്റെ തേനിന്റെ സ്വഭാവം കണ്ടോ? അല്ലല്ല, എന്റെ തേനല്ല, നിങ്ങളുടെ തേന്. ഇന്ന് പട്ടാ പകല് വേറൊരുത്തനെ ഈ വീട്ടിൽ വിളിച്ചു കയറ്റിയിരിക്കുന്നു. കഥക തുറക്കൂ. ഈ നാണക്കേട് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാതിൽ പുറത്തു നിന്ന് കൂട്ടിയത്. കഥക തുറക്കാൻ. ഞാനാണ് ജീവൻ, ഞാനില്ലെങ്കിൽ ജീവിതമില്ലെന്ന് നാടിക്ക് 40 വട്ടം പറഞ്ഞോണ്ടിരുന്നവള് കാണിച്ച് വൃത്തിയായിട്ട് ചോദിക്കുന്നത് നിങ്ങൾ ഈ നാട്ടുകാർ തന്നെയാ. കഥക തുറക്കാനാ പറഞ്ഞേ. ഇതാരാ പൂട്ടിയേ? ഇല്ലല്ലോ. ഞാൻ ജയിലിലായിരുന്നപ്പോ രണ്ടുപേരും തമ്മിൽ നല്ല പ്രേമമായിരുന്നു. ഇപ്പൊ ഞാൻ പുറത്തിറങ്ങിയപ്പോ അവർക്കത് ബുദ്ധിമുട്ടായി. ഞാനില്ലാത്തപ്പോ അവനില്ലാത്തപ്പോ ഞാന് മാറി മാറി ഈ നാടകം മനോഹരമായി നടത്തിക്കൊണ്ടിരിക്കുക. മതി, നിർത്തേട്ടാ. എന്തൊക്കെ വൃത്തികേടാ വിളിച്ചു പറയുന്നത്? അയ്യോ മോളെ, ഞാൻ നിന്നോടല്ല സംസാരിച്ചത്, ഞാൻ എന്റെ ബന്ധുക്കളോടാ സംസാരിച്ചത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, മാവ് നടുന്നവൻ ഒരുത്തൻ, മാങ്ങ തിന്നുന്നവൻ വേറൊരുത്തൻ, ഇല ഇടുന്നവൻ ഒരുത്തൻ, ഏമ്പൊക്കം വിടുന്നവൻ വേറൊരുത്തൻ. ഇപ്പൊ ഈ നാട്ടുകാർക്കെല്ലാം മനസ്സിലായോ ഞാൻ എന്തുകൊണ്ടാണ് ഇവളെ ഇങ്ങനെ വെറുക്കുന്നതെന്ന്? മര്യാദക്ക് സംസാരിക്കുക. മേടിക്കല്ലേ, നിന്നോട് ഞാൻ മര്യാദക്ക് സംസാരിക്കണമെന്നോ? മറ്റൊരുത്തന്റെ വീട്ടിൽ കയറി തോന്നിയ അവസ്ഥ കാണിക്കുന്നത് നിന്നെ ഉണ്ടല്ലോ, കൊല്ലുക വേണ്ടത്. അവളെ വയറ്റുണ്ടാക്കി കൊടുത്തിട്ട് എന്റെ തല വെക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നല്ലോ. എന്നിട്ട് ഞാൻ നിന്നോട് മര്യാദക്ക് സംസാരിക്കണം അല്ലേ? നീയാണോ ഞാനാണോ നമുക്ക് നോക്കാവടാ. നായിന്റെ മോനെ, എനിക്കൊരുത്തരം പേടികളാ. ദയവായി തെറ്റിദ്ധരിക്കരുത്. ഒന്ന് പോവോ ദയവാ ഇവിടുന്ന്. പറയുന്നത് മനസ്സിലാക്കൊന്ന് പോവോ ദയവാ. എങ്ങനെയാണ് അഭിനയിച്ചോണ്ടിരിക്കുന്നതെന്ന്? ഏട്ടാ, എന്നെയാണോ ഏട്ടാ സംശയിക്കുന്നേ? ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ മാത്രമാണോ ചെയ്തത്? നിങ്ങളാണ് എന്റെ ലോകം, നിങ്ങളാണ് എന്റെ ദൈവം എന്നല്ലേ വിചാരിച്ചത്? അങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കുന്ന എന്നെയാണോ നിങ്ങൾ സംശയിക്കുന്നത്? നിങ്ങളെയാണോ ഞാൻ സ്നേഹിച്ചേ? എന്റെ തൊലി ഉരിയുന്നു, നാണക്കേട്. നിങ്ങളൊരു മനുഷ്യനാണോ? മൃഗം. ഈ നിമിഷം മുതൽ എന്റെ മനസ്സിലുണ്ടായിരുന്ന സ്നേഹവും പ്രേമവും എല്ലാം ഞാൻ മായ്ച്ചു കളയാണ്. ഇനി മുതൽ നിങ്ങൾ എനിക്ക് ആരുമല്ല, ഞാൻ നിങ്ങളുടെ ആരുമല്ല. പൊയ്ക്കോ ഇവിടുന്ന്.